എല്ലാവർക്കും നമസ്കാരം. സ്റ്റാർട്ടിലേക്ക് സ്വാഗതം. പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന വിഷുഫലം എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതായത് ഏപ്രിൽ 2024 മുതൽ മാർച്ച് 2025 വരെയുള്ള സമയത്തെ ഫലമാണ് പറയുന്നത്. ഇനി നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. അതിനു മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. വാട്സപ്പ് നമ്പറും മറ്റു ഡീറ്റെയിൽസും ആണുള്ളത്. വാട്സപ്പ് വഴി മെസ്സേജ് ചോദിക്കാവുന്നതാണ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ സംബന്ധിക്കുന്ന കാര്യങ്ങൾ. നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. ഏപ്രിൽ 2024 മുതൽ മാർച്ച് 2025 വരെയുള്ള ഒരു വർഷക്കാലത്തെ വിഷുഫലം പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് എങ്ങനെയാണ് എന്ന് നോക്കാം. Six of Wands, Tower moment, Ace of Pentacles, Four of Cups, Five of Cups, Queen of Swords. പൂരുരുട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ആദ്യം തന്നെ 6 of Swords എനർജി ആൻഡ് ടവർ മൂവ്മെന്റ് ആണ്. ഈ ഒരു വർഷം നിങ്ങൾക്ക് ഭാഗ്യം അല്ലെങ്കിൽ വിജയം സാധ്യതകളൊക്കെ ഉള്ള സമയമാണ്. പക്ഷെ നിങ്ങളുടെ സമയം എന്ന് പറയുന്നത് നിങ്ങൾ ചിന്തിക്കുന്ന രീതിയിലായിരിക്കില്ല കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ ഒരു കാര്യം ആഗ്രഹിച്ചിട്ട് ആ കാര്യം തന്നെ കിട്ടുകയാണെങ്കിലാണ് നമുക്ക് സന്തോഷം മനസ്സിൽ കൂടുതലായിട്ടുണ്ടാവുക. പക്ഷെ നമ്മൾ ആഗ്രഹിച്ച ആ ഒരു കാര്യം കിട്ടാതെ മറ്റൊരു കാര്യം നമുക്ക് ജീവിതത്തിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് നഷ്ടപ്പെടുന്ന കാര്യം ഓർത്തിട്ട് നമുക്ക് എപ്പോഴും മനസ്സിലൊരു, അതായത് നമുക്ക് ലഭിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് നഷ്ടപ്പെട്ടതിനേക്കാൾ ഒത്തിരി മുകളിലായിരിക്കും. പക്ഷെ എന്നാലും നമ്മൾ നഷ്ടപ്പെട്ടതിനെ ആലോചിച്ചിട്ടായിരിക്കും. നമുക്ക് ലഭിച്ച സന്തോഷം നഷ്ടപ്പെട്ടതിനേക്കാൾ വലുതാണെന്ന് മനസ്സിലാക്കാതെ അത് നഷ്ടപ്പെട്ടു പോയല്ലോ എന്നുള്ളൊരു ചിന്തയിലാണ് ഇരിക്കുന്നത്. അപ്പൊ ആ ഒരു സാഹചര്യമാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾ വിചാരിച്ച കാര്യം, ഇപ്പോൾ നിങ്ങൾ ഒരു കാര്യത്തിന്, നമ്മളിപ്പോ ഒരു കാര്യത്തിൽ വേണം എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ലഭിക്കാതെ പോകുമ്പോൾ നമ്മുടെ ചിന്താഗതിയാണ് ഇവിടെ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം. അപ്പോൾ ഒരു ഉദാഹരണം ഇപ്പോൾ നിങ്ങൾ പറയുകയാണെങ്കിൽ, നിങ്ങൾ സിനിമകളൊക്കെ കാണുന്നവരാണെങ്കിൽ പ്രേമം സിനിമയിൽ നായികയായിട്ടുള്ള അഭിനയിച്ചിട്ടുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഡാൻസ് പ്രോഗ്രാമിൽ ഇതേപോലെ പങ്കെടുത്ത സമയത്ത് അതിൽ അവർ പരാജയപ്പെടുകയും ആ സമയത്ത് അവരെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യം, ഒരുപക്ഷെ ദൈവം എനിക്ക് ഇതിനേക്കാൾ മികച്ചത് എന്തോ കരുതി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അവര് ഒരു പ്രോഗ്രാമിൽ ഒരു വിന്നർ ആവുന്നതിനേക്കാൾ കൂടുതൽ ഒരു വലിയൊരു, ഇപ്പോൾ എല്ലാവരും അറിയുന്ന ഒരു ഫിലിം സ്റ്റാർ എന്നുള്ള രീതിയിൽ ഇന്ത്യ ഒട്ടാകെ അറിയപ്പെടുന്ന രീതിയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ചിന്തയിലൂടെയാണ് നിങ്ങൾ മുന്നോട്ടേക്ക് പോകേണ്ടത്. കാരണം ദൈവം നിങ്ങൾക്കായിട്ട് കരുതി വെച്ചിരിക്കുന്നത് മറ്റൊന്നാണ്. നമ്മളായിട്ട് ചിന്തിക്കുമ്പോൾ നമ്മളുടെ ലെവലിൽ നമ്മളെ സംബന്ധിച്ച് നമ്മൾ എന്താണ്, അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ പറ്റുമെന്ന് നമ്മുടെ ചിന്ത നമ്മുടെ കോൺഫിഡൻസിനും നമ്മുടെ ആത്മവിശ്വാസത്തിനും നമ്മുടെ ഉള്ളിലുള്ള പല കാര്യങ്ങൾക്ക് ഇൻസെക്യൂരിറ്റീസൊക്കെ അനുസരിച്ചിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ ഭയവും ഒക്കെ ഉൾഭയത്തിനൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും നമ്മുടെ അർഹത ചിലപ്പോൾ നമ്മൾ തീരുമാനിക്കുന്നത്. പക്ഷെ അതിനല്ല നമ്മൾ അതിനേക്കാൾ കൂടുതൽ നമ്മൾ അർഹിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു സാഹചര്യം എന്നുള്ളതാണ്. ആ ഒരു സമയമാണ് ഇപ്പോൾ ഈ ഒരു വർഷം വരുന്നത്. അപ്പോൾ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വീട് പണിയാൻ ആഗ്രഹിക്കുന്നുണ്ട്, സ്വന്തമായിട്ട് വീട് എന്നുള്ള രീതിയിൽ. ഇപ്പോൾ നിങ്ങൾ ഇപ്പൊ ചിലപ്പോൾ ഒരു പഴയ വീട്ടിലായിരിക്കും താമസിക്കുന്നത്. ഒത്തിരി പഴയതായിരിക്കും. ഇനി അത് പുതുക്കി പണിയണോ അതോ പുതിയത് പണിയണോ എന്നുള്ളൊരു ചിന്തയിലായിരിക്കും. അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് ഈ വീട് ഇനി എത്ര നാളത്തേക്ക് പറ്റുന്നിടത്തോളം ഇതിൽ തന്നെ ഇരിക്കാം എന്നുള്ളൊരു ചിന്തയിൽ നിങ്ങൾ ചിലപ്പോൾ ഇരിക്കുന്നുണ്ടാവാം. അപ്പൊ ഇവിടെ സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് കുറെ നാളുകളായി ഇനിയും അത് വച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. ഒന്നുകിൽ ആ വീട് പുതുക്കി പണിയുക, അല്ലെങ്കിൽ പുതിയതൊന്ന് വയ്ക്കുക എന്നുള്ളൊരു സാഹചര്യം ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പക്ഷെ നിങ്ങൾ ഒന്നുകിൽ ആ ഒരു വീട് പൊളിച്ച് പണിയുന്നതോ സ്വന്തമായിട്ട് വീട് പണിയുന്നതോ, അല്ലെങ്കിൽ അത് കൊടുത്തിട്ട് വേറൊരു സ്ഥലത്തേക്ക് മാറി, ഒരു കുറഞ്ഞ സ്ഥലത്തേക്ക് മാറിയിട്ട് അവിടെ ഒരു വീട് വയ്ക്കുന്നതിനുള്ളൊരു സാഹചര്യം ഇവിടെ ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ചെറിയ രീതിയിൽ വീട് ഒന്ന് വിപുലീകരിക്കാനുള്ള സാഹചര്യമായിരിക്കാം ഇത് സൂചിപ്പിക്കുന്ന. പുതിയൊരു മുറി കൂടി ഇട്ടിട്ട് വീടൊന്നും കൂടി വിപുലീകരിക്കുന്നതിനെ സംബന്ധിക്കുന്ന ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ വിജയം എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും, നിങ്ങൾ അർഹിക്കപ്പെടുന്ന വിജയം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷെ അത് പെട്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നിടത്തായിരിക്കില്ല എന്നുള്ളതാണ് ചുരുക്കം. ഓക്കെ, ഏസ് ഓഫ് പെന്റക്കിൾസ് ആൻഡ് ഫോർ ഓഫ് കപ്സ് എനർജിയാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ധനലാഭം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. പുതിയൊരു തുടക്കം സാമ്പത്തികമായിട്ടുള്ള മേഖലയിൽ വരുന്നുണ്ട്. സാമ്പത്തികമായിട്ട് നിങ്ങൾ ഏത് മേഖല അല്ലെങ്കിൽ ഏത് ലെവലിലാണ് നിന്നിട്ടുള്ളത് ആ ഒരു
അതായത് അതിൽ നിന്ന് ഒരു പടിയെങ്കിലും ഉയരത്തിലേക്ക് പോകാനുള്ള ഒരു അവസരം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ക്ലറിക്കൽ പൊസിഷനിലാണെങ്കിൽ അതിൽ നിന്ന് ഒരു മാനേജറൽ പൊസിഷനിലേക്ക് നിങ്ങൾ എത്തിപ്പെടുന്ന ഒരു സാഹചര്യം ജോലി സംബന്ധമായിട്ട് കാണിക്കുന്നുണ്ട്. കരിയർ സംബന്ധമായിട്ട് ഉയർന്നു പോകുന്നതിനുള്ളൊരു അവസരം ഈ ഒരു സമയത്ത് നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നു. കരിയറിൽ നിങ്ങൾ മികച്ച രീതിയിൽ മുന്നോട്ടേക്ക് പോകാനുള്ള അവസരം എന്ന് തന്നെ പറയാം. ആ ഒരു സാഹചര്യമാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു സന്തോഷവും കാര്യങ്ങളും ഒക്കെ അതിൽ കാണിക്കുന്നുണ്ട്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എന്താണ് സ്വയം നിങ്ങളെക്കുറിച്ചിട്ട് മനസ്സിൽ ഒരു സ്വയം നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചിട്ടുള്ള ധാരണ വളരെ പ്രധാനപ്പെട്ടതാണ് ഇവിടെ. കാരണം നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യത്തിലേക്ക് മുന്നിട്ട് ഇറങ്ങണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യം സ്വയം വിശ്വാസം ഉണ്ടാവണം. അപ്പോൾ ആ ഒരു വിശ്വാസത്തിന്റെ ഒരു കുറവ് ചില ആളുകളെ സംബന്ധിച്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് മാറ്റി വെച്ചാൽ തീരാവുന്നതേ ഉള്ളൂ. പിന്നെ ചില കാര്യങ്ങളിൽ നിങ്ങളിപ്പോൾ ഇപ്പൊ ചെയ്യുന്ന ജോലി വർഷങ്ങളായിട്ട് അതേ ജോലിയിലാണെങ്കിൽ നിങ്ങൾക്കൊരു ഒരു ബോർഡം ഫീൽ ചെയ്യുന്നത്, വളരെ ബോറായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് സ്ഥിരമായിട്ട് ഇതേ ജോലി തന്നെ എന്നുള്ള രീതിയിലും. അപ്പോൾ ആ ഒരു ജോലിയിൽ നിന്നൊരു മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. എവിടേക്കാണ് എങ്ങനെയാണ് മുന്നോട്ടേക്ക് പോകേണ്ടത് എന്നുള്ളത് ആഗ്രഹിക്കുന്നു. അങ്ങനെയുള്ള മാറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ലൈഫിൽ നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് ആ ഒരു രീതിയിലേക്ക് നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ മികച്ച രീതിയിലേക്ക് വരുന്നുണ്ട്. ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുക, അനാവശ്യമായിട്ടുള്ള ചിന്തകൾ ഒഴിവാക്കുക. പിന്നെ നിങ്ങൾ ചിന്തിക്കുന്ന അതേ രീതിയിൽ തന്നെ എല്ലാം നടക്കണമെന്നില്ല. അപ്പോൾ അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. പിന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പഠിത്തത്തിൽ കുറച്ച് ഉത്സാഹക്കുറവുണ്ട്. അപ്പം അതായത് പഠിത്തത്തിൽ തീരെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്. സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണ് എങ്കിൽ അച്ഛനമ്മമാരെ പഠിപ്പിക്കുന്നതോ അല്ലെങ്കിൽ ട്യൂഷനൊക്കെ വിടുന്നവരാണെങ്കിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അവർക്ക് അതിൽ ഇൻട്രസ്റ്റ് വരാൻ വേണ്ടിയിട്ട് അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാകുന്ന രീതിയിലൂടെ അതല്ലെങ്കിൽ ആ ഒരു രീതിയിലൂടെ അവർക്ക് അതിലേക്ക് അവരെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അല്ലാതെ അടിച്ചു പഠിപ്പിക്കുക, ഡിസിപ്ലിന് വേണ്ടിയിട്ട് ഇങ്ങനെ വഴക്കിലൂടെ അല്ലാതെയും അവർക്ക് അതിലേക്ക് ഇൻട്രസ്റ്റ് തീരെ ചെറിയ കുട്ടികളാണെങ്കിൽ അവർക്ക് എന്തിലാണോ ഇൻട്രസ്റ്റ് ആ ഇൻട്രസ്റ്റ് ഉള്ള കാര്യത്തിലൂടെ അവരെ ഇതിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്ന രീതിയിൽ നോക്കുക. അതല്ല എങ്കിൽ പുറത്ത് ആ ഒരു രീതിയിൽ കുട്ടികളെ വെറുതെ കാണാതെ പഠിപ്പിക്കുന്ന ഒരു രീതി അല്ലെങ്കിൽ ട്യൂഷന് വിടാന്ന് പറയുമ്പോൾ ഇത് തന്നെ സ്കൂളിൽ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും ചെയ്യുന്നത്. അപ്പോൾ ഒന്നും കൂടി പഠിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ കാണാതെ പഠിക്കുന്നു എന്നുള്ള രീതിയിൽ അപ്പുറത്തേക്ക് കൂടുതൽ ആളുകളും ശ്രദ്ധിക്കാറില്ല. അതല്ല വേണ്ടത്, മനസ്സിലാക്കിയാണ് പഠിക്കേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത്. അതേപോലെ 5 ഓഫ് കപ്സ് ആൻഡ് ക്യൂൻ ഓഫ് സോർട്സ് എനർജിയാണ്. വിവാഹം അല്ലെങ്കിൽ വിവാഹ ബന്ധത്തിലെ പ്രശ്നങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില ആളുകൾ ആ വിവാഹബന്ധം വേർപെടുത്തുന്നതായിട്ട് കാണുന്നുണ്ട്. കുറച്ച് നാളുകളായിട്ട് നിങ്ങൾ അതിനെക്കുറിച്ചിട്ട് ചിന്തിക്കുന്നുണ്ടാവാം. ഇപ്പോഴായിരിക്കും അതിന്റെ ഒരു സമയമായതോ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് ഇറങ്ങി പുറപ്പെടുന്നതും എന്നുള്ളത് കൂടി സൂചിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ വിവാഹബന്ധം വേർപെടുത്താൻ ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഇനി അങ്ങോട്ടേക്ക് ഒത്തിരി ശ്രമിച്ചിട്ടുണ്ടാവും, ഇനി അങ്ങോട്ടേക്ക് തുടർന്നു പോകാൻ പറ്റുന്നില്ല എന്ന് ചിന്തിക്കുന്നവർക്ക് വിവാഹബന്ധം വേർപെടുത്തുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതേപോലെ വിവാഹബന്ധം തന്നെ ആയിരിക്കണമെന്നില്ല. ഇത് വളരെ ഇന്റിമേറ്റ് ആയിട്ടുള്ള ചില റിലേഷൻഷിപ്പ്. അപ്പോൾ നമ്മുടെ ചില സിറ്റുവേഷനിൽ നിങ്ങളെ മാതാപിതാക്കളായിരിക്കാം, പാരന്റ്സ്, നിങ്ങളുടെ അമ്മയോ അച്ഛനോ സഹോദരങ്ങളോ ആവാം. അവർ വളരെ ടോക്സിക് ആയിരിക്കും, അല്ലെങ്കിൽ അവർ ചില ഇടത്ത് ഫിസിക്കൽ അബ്യൂസ് ഒക്കെ ഉണ്ടാവാം. എല്ലാവരോടും ഇത് കേൾക്കുന്ന ചില ആളുകളുടെ ജീവിതത്തിലും ഇങ്ങനെയൊരു സാഹചര്യം ഉണ്ടാകുന്നിരുന്നാലും സമൂഹത്തെ ഭയന്ന് അല്ലെങ്കിൽ നാട്ടുകാരെന്ത് പറയും, എന്തൊക്കെയാന്ന് പറഞ്ഞാലും എന്ന് പറയുന്ന ആ ഒരു കുറച്ച് ഡയലോഗുകളൊക്കെ കേട്ട് ശീലിച്ച് തഴമ്പിച്ച ആളുകളായിരിക്കാം നിങ്ങൾ. പക്ഷെ ഇവിടെ സൂചിപ്പിക്കുന്നത് ടോക്സിക് ആയിട്ടുള്ള ഏതുതരം ബന്ധമാണ്, നിങ്ങളുടെ മനസ്സമാധാനത്തെ തച്ചുടയ്ക്കുന്ന എന്ത് ബന്ധമാണെങ്കിലും അതിൽ നിന്ന് പുറത്ത് കടക്കാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. അപ്പോൾ അതിൽ നിന്ന് പുറത്തു കിടക്കാൻ നിങ്ങൾ തീരുമാനിക്കുകയാണ്. അതിനർത്ഥം അവരെ വിട്ടുകളയുക എന്നുള്ളതുമല്ല. നിങ്ങളുടെ ചിന്ത എന്താണോ അതിനനുസരിച്ചിട്ട് പോവാം. അതിന് നിങ്ങൾ സ്വയം പഴിക്കേണ്ട ആവശ്യമില്ല, ഒരു ഗിൽറ്റ് ട്രിപ്പിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. കാരണം അപ്പോൾ അവർക്ക് സാമ്പത്തികമാണ് ആവശ്യം നിങ്ങളിൽ നിന്നുള്ളത് എങ്കിൽ നിങ്ങൾ കൃത്യമായിട്ടൊരു തുക ബാങ്കിലേക്ക് പോകുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യുക. അവരായിട്ട് സംസാരം മാറ്റിവെച്ചിട്ട് അവർക്ക് പണമാണ് വേണ്ടത് എങ്കിൽ അത് അവർക്ക് അയച്ചു കൊടുക്കുക. അല്ലാതെ നിങ്ങളുടെ മനഃപൂർവ്വം നിങ്ങളുടെ സ്വസ്ഥത കളയാനാണെങ്കിൽ നിങ്ങൾ അവരിൽ നിന്ന് ഒഴിവാക്കുകയാണ് വേണ്ടത്. മറ്റൊരു ദേശത്തേക്കോ മറ്റൊരു രാജ്യത്തേക്കോ മാറുന്നതും നിങ്ങൾക്ക് നല്ലതായിരിക്കും എന്നുള്ളത് സൂചിപ്പിക്കുന്നു. ഓക്കെ,
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയെങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.